അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഏടാ പകയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ നമ്മളെന്നെ നടക്കണ്ടേ പെരേൽക്ക്? അല്ലാണ്ട് പിന്നെ 1.5 കിലോമീറ്റർ ഊണ് കളഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരും. മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണേ. മോനെ സുക്കൂറെ, മടിയ മല ചുമക്കിട്ടോ. അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും. വിജയേട്ടാ, നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ. മടിയനെ ഒരു മല മുഴുവൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്കേ? നിങ്ങൾ ഇങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ. എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്. ഈ നേരം വലിച്ചാകുമ്പോ തന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് തുണി മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും. പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ? ചിന്തിക്കണടോ. എന്ത്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? എന്ത്? അപ്പൊ പലതു അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. പിന്നെ നിങ്ങളുടെ രൂപയുടെ അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരിയിടുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ തന്നാലേ എന്റെ ആവോല് ചീഞ്ഞു പോകും. അസ്രഫേ, നീ പൊക്കോ. ഇവരെ പണി മുടക്കാതിരിക്കണവരാ. മറ്റൊരെഴുതിക്കും. രമേശാ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണ്, ഒരു പണിക്കുമ്പോ പോത്താ നമ്മളും ജീവിക്കണ്. അപ്പൊ ആരാ മുടുക്കന്മാര്? അത് നിങ്ങൾ തന്നെ മുടുക്കാൻ. അത് കേട്ടോ. എന്നാ ഒരു കാര്യം, എന്തേ? നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട്. അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാൽ മതി ട്ടാ. ഇതാണ് ഇവന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോയതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിക്കണം വിജയേട്ടാ. ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയണ് നമ്മളെ മന്ത്രിമാര്, MLA മാര്, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാർ പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു പണിക്കും പോകരുത്. അത് കഴിഞ്ഞോ? സൈതാലിക്കോ, ഇയാളിത് എവിടെ പോയി കിടക്കണേ? സൈതാലിക്കോ, അയ്യോ, ഞാനിവിടെ നീ എവിടെ പോയി കിടക്കണേ? ഞാൻ ഇവിടെ ഉണ്ട്. ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തുവോ, എന്നല്ല വല്ലതും കേക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ലേ? എപ്പം നോക്കിയാലും ഈ പാട്ട് തന്നെ. അതവിടെ പാടിക്കോട്ടെങ്കിൽ അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. എന്റെ മിക്സി ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇതെന്തത്? അതതിന്റെ സാധനം ബാക്കിയായതാ. അതില്ലാതെ തന്നെ കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതിടാം. അതെല്ലേ? എന്നാലും ഇപ്പൊ അങ്ങോട്ട് പോന്ന്? നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പൂതിയായിട്ട്. അല്ല പിന്നെ 3 മണിക്കാ ചോറായിട്ട് വരേ. ഇന്നാ റസാക്കിന്റെ കല്യാണത്തിന് പോവാൻ എന്നോട് റെഡി ആയിട്ട് ഇരിക്കണോന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ലേ നിങ്ങള്? ആലോ, ഞാനത് പറ്റ മറന്നുപോയി. നിങ്ങളുടെ കുട്ടിയോടെ കല്യാണത്തിന് വരാൻ ഓ മറന്നില്ലല്ലോ. നിങ്ങളെ കാണാണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് പോയി. തന്നയച്ച ഇത്തിരി നെയ്ച്ചോറ് വേയിച്ചോളി. ഇതും കെട്ടിപ്പോതി കൊണ്ടേ എനിക്ക് നാണക്കേട്. ഞാൻ ചോദിച്ചു വാങ്ങിയൊന്നും അല്ല, ഓൻ തന്നയച്ചതാ. ഏതായാലും അവിടെ കിട്ടുന്ന നെയ്ച്ചോറല്ലേ? അല്ല, ബാങ്കിൽ നിന്ന് പിന്നെയും കത്ത് വന്നാ? ഓലിക്ക് ഇതല്ലാതെ പിന്നെ വേറെന്താ പണി? ഇങ്ങൊക്കെ തമാശയാ. ഇന്റെ ഉള്ളിൽ തീയ. അന്റെ ഉള്ളിലെ തീ അണക്കാൻ ഇന്റെ അടുത്ത് ഒരു മരുന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടും കേട്ടിരുന്നോളി. രമേശ, ഒരു ചായ എടുത്തോ. ശരി, ഞാൻ ഈ സൈതലിക്കാരൻ കണ്ടിട്ട് വരാം. അല്ല, എന്തെത്തപ്പ നമ്മള് ബാലിന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ പോലും നേരമില്ല. മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ കുടിക്കാൻ മാറിയാ എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോയി. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ, നൈമിഷികമാണ് ഈ ജീവിതം. മനുഷ്യ നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച സിംഹത്തെ പോലെ 2 ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാന്നറിയോ? വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലോന്ന് ഓർത്തിട്ടാ. എടാ, 10 പൈസ ഉപകാരം 2നും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാതിരിക്ക. അവന്റെ ഒരു പാട്ട് വിസയാക്കണ്ടോ. അധ്വാനിച്ച് ജീവിക്കണ അഹങ്കാരാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? രമേശ, ഒരു ചായ എടുത്തോളി. അതെ, ഇപ്പൊ തന്നെ 350 റുപ്യ പറ്റും. 150 റുപ്യ എനിക്ക് ഇങ്ങോട്ടല്ല. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 കിലോ നത്തോലിക്ക് 500 റുപ്യ. 500 റുപ്യക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങോട്ട് വന്നേ. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി. നത്തോലി ഒരു ചെറിയ മീനല്ലാന്നും പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീനാ. അതുകൊണ്ടൊരു ചായ ഗാനമഞ്ജരിയിൽ എടുത്ത ഗാനം നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്,
സംഗീതം അപ്പോഴേക്കത് റേഡിയോയിൽ വന്നോ? ചായ കൊടുക്കണോ? എടുക്കണോ? ആ, ആ, ശരിയല്ലേ? ഞാൻ എന്റെ ലൊക്കട മിക്സ് ഉണ്ടാക്കി കുത്തിരിക്കല്ലേ ഇവിടെ. ചതിക്കല്ലേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അമ്മിയിൽ അരക്കാൻ പറയട്ടോ അവളോട്. അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടോ ചെയ്താലിക്ക, നിങ്ങൾ അതുകൊണ്ട് തരി. സ്കൂൾ വിട്ടാലും നീ കുടിയിലേക്ക് എത്താൻ പാതിരാകുന്ന കരുതിയപ്പോ ഞാൻ അത് ആമിനാന്റെ കൈ കൊടുത്തു വിട്ട്. അത് നന്നായി ചെയ്താലിക്ക. അതെ, ഞാൻ നമ്മുടെ ആ അമ്പലത്തിന്റെ പുറമുളപ്പിന്ന് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നില്ലേ, അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയിലാ. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയും. ഇത് വീടിന്റെ പ്ലാനാ? വീടിന്റെ പ്ലാന് 8 സെന്റ് സ്ഥലം 4-5 വീടിന്റെ പ്ലാനോ? ഒന്ന് വെച്ചാ മതിയല്ലോ. ഇത് എനിക്ക് കാണിച്ചിട്ടെന്താ, ഞാൻ ഇതിന്റെ ഒക്കെ ആളല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഈ 8 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ട് മിക്സിയോ പോലെ ഫാനൊക്കെ കേടാക്കി എന്നിട്ട് കൊണ്ടുപോ, ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? കാര്യന്താ? പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാനൊരു പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്, വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാറ്? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോട് കൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിനും എൻട്രൻസ് ഉണ്ടല്ലോ, അതും പോയിട്ടില്ല. ഇതിലേ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അത് ഞാൻ ശരിയാക്കി തരാം. ചെറിയ ചില ചേഞ്ചസ്. റൂഫ് മാറ്റി കോൺക്രീറ്റ് ആക്കി. വേണ്ട വേണ്ട, ഓട് മതി. ഇതൊന്നും നിൽക്കില്ലാന്നേ. അതൊക്കെ ഞാൻ നിർത്തി തരാം. സുഹൃത്തെ, മച്ചടിച്ച മരത്തിന്റെ വീടാ ഉദ്ദേശിക്കുന്നത്. പഴയ ടൈപ്പ് നാട്ടിലേക്ക് പോലെ. ചേട്ടാ, ചെലവിന്റെ കാര്യത്തിൽ മരത്തിന്റെ പണിക്കൂലി വരില്ല വാർപ്പിന്. അതെയോ? പിന്നെ ഹായ്, ഓട് നിർബന്ധമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന് മേലിൽ പതിക്കാലോ. വാർത്തിട്ട് പിന്നെ ഓട് പതിക്കേ. വാർക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ഓട് മതി പറയണത്. സാറ് പറയണ പോലെ ചെയ്താ മതി ബാലേട്ടാ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. കുന്താണ്. നമ്മുടെ ആ പേരാൽപ്പട്ടരുടെ വീട് പണിതിട്ട് കൊല്ലത്രയായി. അതിന് എന്നിട്ട് ഇപ്പഴല്ലേ അവർ ഓട് പതിച്ചത്. ഇത്ര ഭംഗിയാന്നറിയോ കാണാൻ? അത് ഭംഗിക്കാവില്ല, ചോർന്നിട്ടാവും. മരത്തിന്റെ വീടാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പണിയണം. കോൺക്രീറ്റ് ആവുമ്പോ ആയുഷ്കാലം തിരിഞ്ഞു നോക്കണ്ടല്ലോ. നിങ്ങൾ 2 ബെഡ്റൂം അല്ലേ പറഞ്ഞേ? അതെ. പക്ഷെ ഈ പ്ലാൻ പ്രകാരം നമുക്കിതിൽ 4 കിട്ടും. 3 റൂം താഴെയും 1 മേളിലും. അല്ല, ഈ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാണല്ലോ. എന്ത് വേണമെങ്കിൽ വരയ്ക്കാലോ. പക്ഷെ ഇത് നിക്കില്ലാന്നേ, ബഡ്ജറ്റിൽ നിക്കണ്ടേ. അതൊക്കെ നിർത്താം. ശരിക്കും 4 ബെഡ്റൂം വേണം ഏട്ടാ. നിന്റെ തലക്കെന്താ ഓളണ്ട സുമേ, കാര്യം അറിയാതെ. ലുക്ക്, ഈ വെന്റിലേഷൻ അത് ക്രോസ് വെന്റിലേഷൻ ആയിരിക്കണം. കിച്ചൺ ഇവിടെ വന്ന ബാത്റൂം ഇവിടെ പറ്റില്ല. കണ്ടോ? അപ്പൊ ഡോർ ഇതാ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് നഷ്ടവും. ഇതിപ്പോ എന്തായാലും മൊത്തത്തിൽ നഷ്ടാവും. മുടക്ക് പറയില്ലേ ബാലേട്ടാ. പിന്നെയുള്ളത് ബാത്റൂം. അത് അറ്റാച്ച്ഡ് ആയിരിക്കണം. നാളെ വയസ്സാവുന്ന് പഴി ചിന്തിക്കണ്ടേ? അപ്പൊ വേറൊന്നുള്ളിലും കോമൺ ഒന്ന് പുറത്തും 1 അപ്സ്റ്റെയറിലും. ഓ, അപ്പൊ വീട് മൊത്തം ബാത്റൂമാ? എങ്ങനെ? പ്ലാൻ ഇഷ്ടായ? പ്ലാൻ തിരക്കിടൊന്നുമില്ല ബാലേട്ടാ, ഇത് മതി. ഈ പ്ലാൻ നല്ലതാണല്ലോ, നമുക്കിത് മതിനേ. ഇതൊന്നും ബഡ്ജറ്റിൽ നിക്കില്ല സുമേ. സി, ഞാൻ എല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമുക്ക് 10 രൂപയല്ലേ വരൂ. 10 എന്ന് പറഞ്ഞ 10 ലക്ഷോ? അതെ, 10 ലക്ഷം. എസ്റ്റിമേറ്റ് നോക്കൂ. അത് പിന്നെയും കൂടി. ഇത് 12 ലക്ഷത്തിന്റെ അല്ലേ? പക്ഷെ 10 പണി തീരും. എസ്റ്റിമേറ്റിൽ നമ്മൾ 12 കാണിച്ച് അത്രയും തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. 10 പണി തീർത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് ലോൺ അടവ് തീരും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊന്നും ആർക്കും അറിയില്ല. അതെ, എന്നാ പിന്നെ നമുക്ക് 12 ലക്ഷം ലോൺ എടുക്കാം. എന്നിട്ട് 6 പണി തീർക്കുക. 6 ലക്ഷം ബാങ്കിലിട്ടാ അതിന്റെ പലിശ കിട്ടുമല്ലോ. ചേട്ടാ, മാക്സിമം പിടിച്ചേ നോക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ 12 എടുത്തിട്ട് ഞാൻ 7.5 തീർത്തു കൊടുത്തേ. അതെല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ അല്ലേ സുമേ? ആ, ഓക്കെ കാണാം. ഇത് വേണ്ടേ? ഓ, താങ്ക് യു.
നമസ്കാരം. നമസ്കാരം. എന്താ ഇരിക്കൂ. സാർ, എനിക്ക് ഒരു ലോൺ വേണം. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. എന്തിനാ ലോൺ? വീട് വെക്കാനാ. എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഗവൺമെൻറ് UP സ്കൂൾ. മാഷാണോ? മാഷല്ല, പ്യൂണാണ്. ഇരിക്കടോ. പ്രോപ്പർട്ടി എവിടെയാണ്? പ്രോപ്പർട്ടി ആ അമ്പലത്തിന്റെ തെക്ക് ഭാഗം. എത്ര സെന്റ് ഉണ്ട്? 8 സെന്റ് വരും. സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഓ, പിന്നെ 33% ഞങ്ങളുടെ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്. ശരി. പ്ലാനും എസ്റ്റിമേറ്റ് ഒക്കെ റെഡി ആയോ? പ്ലാന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എസ്റ്റിമേറ്റിന്റെ നോക്കാം. അപ്പം മറ്റു പേപ്പേഴ്സ് ഒക്കെ ഇട്ട് പാടോ. ആ, അല്ല സാർ, എന്തൊക്കെ വേണ്ടി വരും? അല്ല, എന്തൊക്കെ വേണ്ടി വരാന്ന്? ഒരു മിനിറ്റ്. ആ, ആധാരം, അടിയാധാരം, കുടിക്കട സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ പോക്കുവരവ്, നികുതി അടച്ച രസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ സ്കെച്ച്, പ്ലാൻ, റൂട്ട് മാപ്പ്, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി സാങ്ഷൻ. പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. അപ്പൊ താൻ ഈ വക പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ടാ ബാങ്കിലേക്ക് പോയത്? അപ്പന്റെ കുരുവിള മാഷ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് എംപ്ലോയിക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നു? പെട്ടെന്ന് കിട്ടുന്നു പറഞ്ഞ ഓടി അങ്ങോട്ട് ചെന്ന പിടിച്ചു പറിച്ചങ്ങോട്ട് കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞോ? അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞ ബാലൻ ഇപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചുല്ലേ? എടോ, വീട് വെക്കാനാണെങ്കിൽ സ്ഥാനം നോക്കാനും കുറ്റിയടിക്കാനും ഒക്കെ നമ്മുടെ രാമൻ മണിക്കരെ വിളിച്ചോ. ഇന്നിപ്പോ ആരാ മാഷ പണിക്കരൊക്കെ വിളിക്കണത്? ഇപ്പൊ വാസ്തു അല്ലേ എല്ലായിടത്തും ഫാഷൻ. വാസുവാ? അതേത് പണിക്കരാ? വാസു അല്ല, വാസ്തു. എന്റെ ശുക്കൂർക്കാക്കും കൂടി ഒരു ലോൺ എടുത്ത് കൊടുക്കേ. എന്തിനാ? ചിന്തിക്കാനോ? വെറുതെ ഇരുന്ന് ചിന്തിക്കണം. മൂപ്പർക്ക് എന്തിനാണ് ടീച്ചറെ ലോൺ? അല്ല മാഷേ, ലോൺ എടുത്താ പിന്നെ അത് എങ്ങനെ അടക്കണ്ടേന്ന് ചിന്തിക്കാലോ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണൽ കൊള്ള എവിടെയാണ് അവസാനിക്കുന്നത്? നാം നമ്മോട് തന്നെ മത്സരിക്കുകയല്ലേ? മണൽ വാരി വാരി നമ്മുടെ പുഴകൾ ഇന്ന് കാടും പടലുമായിരിക്കുന്നു. തടയണ കെട്ടിയ ഇടങ്ങളിലെല്ലാം ചെളി നിറഞ്ഞ് ചെളിക്കുണ്ടുകളായി മാറിയിരിക്കുന്നു. മത്സരിക്കുകയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ? ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പ്രിയ സുഹൃത്ത് കവി അനി പാടിയ 2 വരികളാണ്. കടലിലേക്കുള്ള വഴി തേടി പുഴയിലിറങ്ങിയ മഴത്തുള്ളി പുഴയിലെ കുഴിയിൽ വീണു മരിച്ചു. ഹലോ, ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നാ ഇതൊന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എത്ര ലോഡ്? 3 ലോഡ് മണല. പോലീസോ? പോലീസിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നീ ലോഡ് അടിച്ചോ? റേഷൻ കാർഡിന്റെ കോപ്പി, ആധാരത്തിന്റെ കോപ്പി, കരമടച്ച കടലാസ്, റെസീറ്റ് ഇതെല്ലാം കൊണ്ടുവന്നുണ്ടോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എൻകംപ്രമെന്റ് സർട്ടിഫിക്കറ്റ് പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? ഇത് പോയി മരിച്ചോട് ആളെ മെനക്കെടുത്താനായിട്ട്. എന്താ സാറേ, ഞാനൊരു ലോണിന്റെ കാര്യത്തിന്. ലോൺ ഇവിടുന്ന് അല്ലേ? അല്ല, വീട് വെക്കാൻ. വീട് എന്താ? എനിക്ക് സമയമില്ല, തിരക്കാ, ഭയങ്കര തിരക്കാ. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞാനിന്ന് ലീവ് എടുത്താ വന്നത്. എംപ്ലോയി ആണോ? അതെ, ഗവൺമെന്റ് UP സ്കൂൾ. ഓ, മാഷാണല്ലേ, ഇരിക്കൂ. അയ്യോ, കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഞാൻ മാഷല്ല. അപ്പൊ ഹെഡ് മാഷാണല്ലേ, ഇരിക്കൂ. രാമകൃഷ്ണ, UP സ്കൂൾ ഹെഡ് മാഷാ. അദ്ദേഹത്തിന് ചായ കൊടുക്കൂ. മാഷക്ക് ചായ കാപ്പിയാ? എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ ഹെഡ് മാഷല്ല. അല്ല, ഹെഡ് മാഷ് അല്ലെങ്കിലും ഒരു ചായ കുടിക്കാലോ മാഷേ. പിന്നെയും പറഞ്ഞു മാഷേന്ന്. ഞാൻ പ്യൂണാണേ. എന്താ കട്ടൻ ചായ മതി കേട്ടോ. രാമകൃഷ്ണ, ഒരു ചായയും ഒരു കട്ടൻ ചായയും കുറച്ച് പലഹാരം. ഓ ശരി. എന്താ പിയൂണേ? സാറേ, ഇതിപ്പോ 3ാമത്തെ തവണയാണ് ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. ആദ്യം വന്നപ്പോ സാറ് പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, നികുതി അടച്ചതിന്റെ റെസീറ്റ് വേണമെന്നൊക്കെ. അതൊക്കെ ആയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം വന്ന്. അന്ന് വന്നപ്പോ സാറിന്റെ കുട്ടിയുടെ ചോറൂണിനും പോയി. പിന്നെ വരാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോ ഞാൻ എന്താ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ വാ. നാളെ ഞായറാഴ്ചയാണ്. എന്നാ തിങ്കളാഴ്ച വാ. തിങ്കളാഴ്ച ബന്ധല്ലേ സാറേ? താൻ എന്നാ ചൊവ്വാഴ്ച വാ. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ആളെ വട്ടം ചുറ്റിക്കരുത്. ആ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായില്ലേ നടക്കണു. അത് വാങ്ങിക്കാൻ ഞാൻ ഇത്രയും നടന്നിട്ടില്ല. എത്രയെന്ന് വിചാരിച്ചിട്ടാ സാർ അതിനൊക്കെ എങ്ങനെ ലീവ് എടുക്കുക? ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇടോ, അപ്പൊ പലഹാരമൊന്നും ഇല്ലേ? പലഹാരോ? ചോറുണ്ടാൻ വേണ്ടി പോകുന്ന സമയത്താണോ പലഹാരം? ഊണ് കഴിക്കുന്ന സമയമാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചായ കുടിച്ചിട്ട് ഊണ് കഴിക്കാം. എന്താ? അപ്പൊ എന്റെ സ്ഥലത്തിന്റെ കാര്യം? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ആദ്യം നമുക്ക് സ്ഥലം ഇളക്കാം, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്താ? കഴിക്കല്ലേ? അപ്പൊ സ്ഥലം ഇളക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാലോ. രാമേഷ, ഒന്ന് ഓട്ടോ പിടിച്ചോ. പിന്നെ ഈ ചായയുടെ കാശ് കൊടുത്തേക്കണേ. എന്തായാലും തന്റെ ഭൂമി കണ്ണായ സ്ഥലത്താ. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിന്റെ ആൾക്കാരാ. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ എല്ലാരും ഫുള്ള് വെള്ളത്തിലാ. എന്താ പ്ലേസ്, എന്തൊരു കാറ്റാ.
ഉറങ്ങിപ്പോവും. ഉറങ്ങാനാണ് വില്ലേജ് ഓഫീസല്ലേ സാറേ നല്ലത്. എടോ വില്ലേജ് ഓഫീസിൽ കാറ്റൊന്നും വേണ്ട, കസേരയും അവിടെ കയറി ഇരുന്നാ മതി, അപ്പൊ ഉറങ്ങിപ്പോവും. എന്താണെന്ന് അറിയില്ല. ശരിയാ, വാസ്തു പ്രകാരം ചില ഓഫീസ് അങ്ങനെ. പല ഒന്നും കൂടെ വന്നേ. ഒരു പ്രശ്നമുണ്ടല്ലോ. അതെ, റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കാനേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അമ്പലത്തിന്റെ പുറമ്പോക്ക് സ്ഥലത്ത് എങ്ങനെ വീട് വെക്കും പാല? അത് പ്രശ്നമാണല്ലോ. അയ്യോ ചതിക്കല്ലേ സാറേ, എങ്ങനെയും ചെയ്തു തരണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. രാമേട്ടാ, ഇയാളുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. താനിങ് വന്നേ. ക്ഷേത്രം വക സ്ഥലമാണെങ്കിൽ ഉണ്ടല്ലോ, വീട് വെക്കാൻ സാറ് വിചാരിച്ച നടക്കും. പക്ഷേ സാറ് വിചാരിക്കണം. പിന്നെ അങ്ങനെ ഒന്നും വലുതായിട്ട് ചോദിച്ചു മേടിക്കുന്ന ആളൊന്നും അല്ല. അത് നന്നായി, പിന്നെ ഒന്നും കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. ഒന്നിട്ട് വന്നേ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് കൊടുത്താലും പുള്ളി വാങ്ങിക്കോളും. തങ്കപ്പെട്ട മനുഷ്യനാണ്. അത് മനസ്സിലായി, എന്ത് കൊടുക്കേണ്ടി വരും? അതിപ്പോ എത്ര ആയാലും കുഴപ്പമില്ല. പിന്നെ കൈക്കൂലി നില കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല. പോട്ടെ, ഒരു 50 ഉറുപ്പിക ഇടും. ഇത് കൂടി പോയാ ഇങ്ങോട്ട് വന്നേ. കാലവിടെ നിൽക്കേ. ഇത് ക്ഷേത്രം വക ഭൂമിയാണ്. നിങ്ങളിപ്പൊ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വീട് വെക്കണത്? ദേ, ഇയാളെ കൂടെ കൊണ്ടുവരുന്നാണ്ടല്ല നിങ്ങളുടെ കാര്യം നടക്കൂല കേട്ടാ. ഒരു 1000 രൂപ ഇങ്ങോട്ട് എടുത്തു. 1000 ഉറുപ്പിയോ? ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാന്നേ. മാഷേ, പേടയില്ലേ? പേട ഊട് കഴിക്കേണ്ട ഒരു പേട കഴിച്ചിട്ട് വലിയ പാടാ. പോടാ എന്ന് പറയാനാ തോന്നുന്നു, പക്ഷെ സഹിച്ചല്ലേ പറ്റുള്ളൂ. സാർ ഒരു 10 പാർസൽ മേടിച്ചോളൂ ഭാര്യക്കെ. ഒരു 10 പാർസൽ എന്നാ എനിക്ക് കൊടുത്തൊരു 10 പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എത്ര പിള്ളേരാ സാറിന്? എന്തേ? അല്ല ഒന്നുമില്ല, ബഡ്ജറ്റ് ഒക്കെ നോക്കാണ്. ബഡ്ജറ്റ് ഒക്കെ തന്നെയാണ് എന്റെ കയ്യിൽ. അതെ, ഇതിനുള്ള എടുത്തോളി. കണ്ടോ, നോക്കി കാലിയല്ലേ. അതാ പറയുന്നത്. കേട്ടോ ബാല, സംഗതി ബാലിന് 8 സെന്റ് സ്ഥലം ഉള്ളെങ്കിലും നല്ലൊരു പീസാ. ഏത് ഇപ്പാ പോയതേ. എല്ലാം ശരിയാക്കി തരാം ബാല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിശദമായിട്ടൊന്ന് കാണണം. ഹലോ ബാലേട്ടാ. ഹലോ. എന്താ സാറേ, ഇരിക്കൂ. ഓ വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. ബാലേട്ടല്ലേ? ഇല്ല, സ്കൂളിൽ പോയല്ലോ. അയ്യോ, ഞാനത് മറന്നു. എന്തായി പണിയുടെ കാര്യം? തുടങ്ങണ്ടേ? തുടങ്ങണം. ലോൺ കിട്ടാൻ 2 ദിവസം കൂടി പിടിക്കുന്ന പറയണ കേട്ടു. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിക്കാനുള്ള തത്രപ്പാടില ആള്. ഓക്കെ, നോ പ്രോബ്ലം. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ബാലേട്ടൻ വരുമ്പോ പറയണം. ഞാൻ പറയാം. ഓക്കെ. അല്ല, ഇരിക്കണില്ലേ? ചായ ചായ വേണ്ട, കുഴപ്പമില്ല, പിന്നീടാവാം. ഓക്കെ. ദാഹജലം തരൂ. എന്തേ വണ്ടിക്ക് വെള്ളം? ഇതിപ്പോ 2ാമത്തെ തവണയാണല്ലോ ഇവിടെ വരുമ്പോ വണ്ടിക്കൊരു വെള്ളം ദാഹം. എന്തെന്നറിയില്ല, ഇവിടുത്തെ വെള്ളം വണ്ടിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഹസില്ലേ? ചിന്തയിലാ. ജിദ്ദയിലോ? എപ്പോ പോയി? അയ്യോ, ജിദ്ദയിലല്ല, ചിന്തയിലാണ്. ഇതിന് മാത്രം എന്താ പുള്ളിക്ക് ഇത്ര ചിന്തിക്കാൻ? എനിക്ക് അറിഞ്ഞൂടെ സാറേ. നോക്കൂ, എന്നെ സാറേന്ന് വിളിക്കണ്ട. പ്രഹ്ലാദൻ. കുറച്ചു നാളായി ഞാനൊരു ചിന്തയിലാണ്. ഞാനും. എന്നാ പോട്ടെ. അപ്പൊ വെള്ളം ഇന്ന് വേണ്ട, പിന്നെ ഒരിക്കലാ. ചിന്തയെന്ന് ഉണർന്നു തോന്നുന്നു. വെള്ളം ചോദിച്ചിട്ട് ഇവിടെ പോയി കിടക്കുകയാണ്. ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. തന്റെ പേരെന്താ പറഞ്ഞത്? ബാലകൃഷ്ണൻ. അപ്പൊ ഇതോ? അത് ഹിമവാൻ. അതാരാ? അതും ഞാൻ തന്നെ. അതെങ്ങനെയാണോ ശരിയാകുന്നത്? അത് സാറേ, എന്റെ അച്ഛന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധാണ്. ആര്, താനോ? അല്ലല്ല, ഈ പേരേ സത്യത്തില് ഹിമവാൻ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഹനുമാൻ ഹനുമാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ട് ഈ പേര് മാറ്റിയത്. ഈ പേരെന്താണോ കുഴപ്പം? നല്ല പേരല്ലേ? അയ്യേ, അത് വേണ്ട. ഹിമവാൻ. ഹിമവാൻ. ഹായ് ഹായ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഹിമവാൻ. കേട്ടോ ഹിമവാൻ, താനൊരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. പിന്നെ ഹിമവാനും ബാലകൃഷ്ണനും ഒരേ ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരണം. ബാക്കി പേപ്പേഴ്സ് ഒക്കെ ശരിയാണ്. അതെല്ലേ? ഉടനെ തന്നെ ലോൺ പാസ്സാക്കാം. ഓ, വലിയ ഉപകാരം സാറേ. വീടെത്തി. പറഞ്ഞത്
നടക്കാൻ പറ്റുമോ? ഓ ഞാൻ ഇറങ്ങി വരണോ? അത് വേണ്ട, അത് വേണ്ട. നാളെ ബാങ്കിൽ നിന്ന് ചെക്ക് മേടിച്ച് വന്നാ മതിയേ. ഞാൻ രാവിലെ തന്നെ എനിക്കൊരു പോവും. പ്രശ്നമില്ലെന്ന്. അപ്പൊ ഓക്കെ, നീ പറഞ്ഞല്ലോ, പൊക്കോ. ബാക്കി നാളെ പറയാം. പൊക്കോ, Good പൊക്കോ. night. പോ, പോ, പോ. Good night. ഗുഡ് നൈറ്റ് പൊക്കോ. മണല്ല രക്ഷപ്പെട്ടു. എന്തേ വന്ന പാടെന്നെ കിടന്നേ? ബാലേട്ടാ ഭക്ഷണം കഴിക്കണ്ടേ? ബാലേട്ടാ ബാലേട്ടാ എന്തേ പറ്റിയത്? കട്ടില് തിരിക്കല്ലേ സുമേ, കട്ടില് തിരിക്കല്ലേ കേട്ടോ. എടി ഞാനിതിന്റെ മുകളിൽ വീഴുന്ന്. ബാലേട്ടാ കള്ളു കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിന്നോടാ ഞാൻ പറഞ്ഞു കട്ടില് തിരിക്കല്ലേന്ന്. കട്ടില് തിരിക്കല്ലേ സുമേ, ഞാൻ അതിന്റെ മുകളിൽ വീഴൂ. എന്ത്? കട്ടില് തിരിക്കല്ലേ, കട്ടില് തിരിക്കല്ലേ. ബാലേട്ടാ എന്തെങ്ങടെ ഉദ്ദേശം? എന്തിനിങ്ങനെ കള്ളുടിച്ച് കയറ്റിയത്? ഞാനേ നമ്മുടെ ലോണിന്റെ ലാസ്റ്റ് ഗഡു പാസ്സാക്കിയതാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യരാന്ന് അറിയാള്? ആര്? ആ ബാങ്കിന്റെ മാനേജര്. മാനേജര്? അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് അയാൾ കമ്പനി തരൂ. അയാൾ ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ അയാളോട് ദേഷ്യമുള്ളൂ. ഇടയ്ക്ക് എന്റെ മുഖത്ത് നോക്കിട്ട് അയാള് ഹിമവാന്ന് വിളിക്കും. അത് ശരിയല്ല, പക്ഷേ അത് സ്നേഹം കൊണ്ട്. അച്ഛനെ കുടിപ്പിക്കണേ? അച്ഛനെ വലിയൊരു ലോൺ പാസ്സാക്കിയതാ. അതിന്റെ ക്ഷീണാന്ന് വയ്യാത്ര. ഞങ്ങള് വിചാരിച്ചു അച്ഛൻ കള്ള കുടിച്ചു വന്നതാ. ഇപ്പൊ തൃപ്തിയായല്ലോ? ഇവിടെ വരണ്ടോ? മെല്ലെ 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 ഒന്ന് പാടി നിന്നെ നാട്ടുകാരെ ഉണർത്തണ്ട. അല്ല, ഇന്നല്ലേ ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞ ദിവസം. എന്തായാലും നിങ്ങളൊന്ന് പൊയ്ക്കോളി. കാശില്ലാന്ന് വെച്ച് പോവാണ്ടിരിക്കണ്ട. നേരിട്ട് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞാല് കുറച്ചു നാളത്തേക്കെങ്കിലും നീട്ടി തരാണ്ടിരിക്കൂല. നോക്കട്ടെ, ഇതെന്തപ്പോ ഇവള് കാലത്ത് തന്നെ. ആ എന്തേ അന്റെ മുഖം വല്ലാണ്ടിരിക്കണ്? എന്താ മോളെ? ഇത്രയും നാളും പാതിരാത്രിക്ക് കയറി വരുന്നുള്ള കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൻ്റെ കൂടെ കള്ളൂടിയും തുടങ്ങി. ഇന്നലെ ബാങ്ക് മാനേജറെ കാണാൻ പോയ ആള് കള്ളുടിച്ചിട്ടാ തിരിച്ചു വന്ന്. എന്നെയും കുട്ടികളെയും കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതിന് നീ വിഷമിക്കൊന്നും വേണ്ട. നെല്ലും കുട്ടികളെയും കുറിച്ച് ചിന്തയില്ലാഞ്ഞിട്ടൊന്നും അല്ല. അതാ പയന്മാരെല്ലാം കൂടി ചതിച്ചതാവും. അല്ലാതെ ഓൻ അങ്ങനത്തെ ആളല്ല. പിന്നെ പാതിരാക്കുള്ള വരവ് അത് അവന് സ്കൂളിലെ ജോലി കഴിഞ്ഞ് ആ സൂപ്പർ മാർക്കറ്റിലെ പാക്കിങ്ങിന്റെ പണിക്ക് കൊണ്ട്. അത് നീ അറിഞ്ഞ് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത്. ഇനി ഇതെല്ലാം കൂടി പോയി ചോദിച്ചിട്ട് എനിക്ക് ചീത്തപ്പിക്കരുതേ. എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടും ഇതൊക്കെ പറയാൻ പറ്റുക? ഏതായാലും ഞാൻ ഇതൊന്ന് അന്വേഷിക്കട്ടെ. ഈ ലോൺ പാസ്സാവാൻ കള്ളുടിക്കുന്ന നിയമമുണ്ടെങ്കിൽ അതും ഒന്നും അറിയാണല്ലോ. സാർ നമസ്കാരം. നമസ്കാരം. മാനേജർ കണ്ടേ? എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക്. നോക്കട്ടെ. ഹലോ സാർ. എന്താ ഹിമവാൻ, വരൂ ഇരിക്കൂ. എന്താ കാര്യം? അതെ, എന്റെ ലാസ്റ്റ് ഗഡു. ലാസ്റ്റ് ഗഡു? ഓ, അതിന് തന്റെ വാർപ്പ് കഴിഞ്ഞോ? പണി തീർന്നോ? ഓ, അതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. എപ്പോ? ഇന്നലെ. താനായിരുന്നൂലേ? എനിക്ക് ആട് മാറിപ്പോയി. അതെ, നരകത്തിലെ കൊഴുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജി, ആ ഹിമവാന്റെ ചെക്ക് ഒന്ന് റെഡിയാക്ക്. തന്റെ വാർപ്പ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞു സാർ, കംപ്ലീറ്റ് വാർപ്പും കഴിഞ്ഞു. എങ്കിലും ഓക്കെ, അല്ലേ പ്രശ്നമാണേ. വെറുതെ കള്ളുടിച്ചിട്ട് എന്തെങ്കിലും പറയണ പോലെ അല്ലല്ലോ. അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അല്ല സാർ എവിടേക്കാ? തന്റെ സൈറ്റിലേക്ക്. അയ്യോ, അത് വേണ്ട സാറേ. അതെന്താ? അല്ല, പണി കംപ്ലീറ്റ് കഴിഞ്ഞതാണല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, പിന്നെ അതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെറുതെ. ഈ കഷ്ടപ്പാടൊക്കെ ജോലിയുടെ ഭാഗാടോ. താൻ വാ. ചതിച്ചു. കണ്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് എഴുതണം. അതെ, ലാസ്റ്റ് ഗഡു പൈസ തരുന്നതല്ലേ? അല്ല, അവിടെ വരാതെ റിപ്പോർട്ട് എഴുതിക്കൂടെ സാറേ? എന്ത്? അല്ല, റോഡൊക്കെ വളരെ മോശമാണ് സാറേ. വണ്ടി വല്ല കുണ്ടിലോ കുഴിയിലോ വീണ് കഴിഞ്ഞാൽ നട്ടല്ലൊടിയാതെ. അത് ഞാൻ സഹിച്ചു. അല്ല, കിട്ടു. ഈ റോഡിൽ എവിടെയോ നട്ടല്ലൊടിയുന്ന കുണ്ടും കുഴി ഉണ്ടായിരുന്നു സാറേ. ഇന്നലെ രാത്രി ആരോ വന്ന് അടച്ചതാ തോന്നുന്നു സാറേ. ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നിർത്തിക്കോ.
ആ കേട്ടോ വരൂ സാറേ. ശരിക്കും നോക്കാൻ തന്നെയാടാ വന്നത്. ഹിമവാൻ സാർ എവിടെ? ഞാൻ ഇവിടെ. എടോ, ഇതാണോ തന്റെ വാർപ്പ് കഴിഞ്ഞ വീട്? തന്നോടാ ചോദിച്ചത്, തനിക്ക് ചെവി കേൾക്കില്ല. ഇതാണോ വാർപ്പ് കഴിഞ്ഞ വീട്? ചെവി കേൾക്കാം സാർ. ഞാൻ വേണമെങ്കിൽ ഒരു ട്രീറ്റ് കൂടെ നടത്താം. അപ്പൊ 4ാമത്തെ ട്രീറ്റ് ആവും. വേണമെങ്കിൽ ആ നരകത്തിലെ കോഴിനെ വാങ്ങിക്കാം സാർ. താൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത്? പണി കഴിയാത്തൊരു വീടിന് വേണ്ടി പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് മുഴുവൻ ലോൺ പാസ്സാക്കി തന്ന എന്റെ പണി പോണ വഴി അറിയില്ല. മനസ്സിലായോ തനിക്ക്? എടോ, സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഇന്ന് തന്നെ തന്റെ ചെക്ക് പാസ്സാക്കി തരാമെന്ന് വിചാരിച്ച് വന്നതാ ഞാൻ. ഇനി അത് പാസ്സാക്കി തരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം വാർപ്പ് തീർക്ക്. സാർ, സത്യസന്ധനായ ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് കയ്യിൽ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കള്ളം പറയേണ്ടി വന്നത്. സാർ അത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാർ. എന്റെ വർഗീസ് പുണ്യാളാ, ഇവിടെ വന്ന് നോക്കാൻ തോന്നിയത് എന്റെ പുണ്യം. താൻ ഹിമമാനല്ലടോ, ഹനുമാനാണ്. ഹനുമാൻ എന്റെ ജോലിയും കളഞ്ഞ് എന്നെ കൊലക്കൊടുക്കാൻ അവതരിച്ച ഹനുമാൻ. ഒരു നരകത്തിലെ കോഴി എന്നെ നരകത്തിലാക്കാൻ. ഇനി വാർപ്പ് ചെയ്ത പ്രദേശത്തേക്ക് വന്ന് വരുത്. മനസ്സിലായാ? അല്ല പിന്നെ വണ്ടി എടുക്കണോ? ഞാൻ തൊട്ടാടിച്ചേ. അയ്യോ സോറി, തന്നോടല്ല, വണ്ടി. സാർ ആ പൈസ തന്നെ ഞാൻ വാർക്കാൻ സാറേ. മനുഷ്യനെ മെനക്കെടുത്ത. ഫ്രിഡ്ജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ് കമ്പനി സാറിലെ ചേച്ചി, ഇതാ ഗ്യാരണ്ടി കാർഡ്. പേടിച്ചിട്ടാണേ. ആ, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാ മാസം 10-ാം തീയതി കൃത്യമായിട്ട് അടയ്ക്കണം കേട്ടോ. 10-ാം തീയതി അല്ലേ? ആ. എന്താപ്പോ അത്? ഇതെന്തിനാ ഓട്ടോറിക്ഷ വന്നിരുന്നത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നതാ. ഫ്രിഡ്ജോ? ആ, അപ്പൊ ഇവിടെ ഒന്നില്ലേ? അത് ഈ വീട്ടുകാരുടെ അല്ലേ. നമ്മുടെ വീട് പണി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും വേണ്ടേ? നിനക്കെന്താ തലയ്ക്ക് സുഖല്ല സുമേ? അത് അപ്പ പോരെ? അല്ല ഏട്ടാ, ഇത് അഡ്വാൻസ് 500 രൂപ കൊടുത്താൽ മതി. അത് ഞാൻ കൊടുത്തു. പിന്നെ മാസം തവണകളായിട്ട് അടച്ചു തീർക്കണം. അത് ആരടയ്ക്കും? നീ അടയ്ക്കോ അതോ നിന്റെ അച്ഛൻ അടയ്ക്കോ? എന്താ ബാലേട്ടാ ഇത്? നമ്മുടെ വീട് പണി തീരുമ്പോഴേക്കും ഇതിന്റെ അടവ് തീരില്ലേ? ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചില്ലെങ്കിലേ പിന്നെ അവസാനം നമ്മൾ ഒരുമിച്ച് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങിക്കലൊന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോ മാസം 2500 രൂപ ഏട്ടനെ കൊണ്ട് അടയ്ക്കാൻ പറ്റല്ലോ. മാസം 2500 രൂപയെ? എന്തൊരു കഷ്ടാ നോക്കണേ. എന്തൊരു ഗതികേട്. ദേ വരുന്നു അടുത്തത്. സുമിത്രേ, ദേ അമ്മാവും വരണു. ആ അമ്മാമ എന്താ ബാല, സുഖല്ലേ? ഓ പിന്നെ നല്ല സുഖം. അമ്മാവൻ ഇപ്പോഴും നടക്കാനൊക്കെ പറ്റുമല്ലേ? എങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ എത്തി? ആവശ്യണ്ടോ, നടന്നല്ലേ പറ്റൂ. ഇതെന്താ? ഇതൊരലമാര. ഓ, ഫ്രിഡ്ജ്. സുമിത്രേ, സുമിത്രേ, വീണത്. പിള്ളേരൊക്കെ വലുതായി. എത്ര നാളായി കണ്ടിട്ട്. അമ്മമ്മക്ക് എന്താ കുടിക്കാടുക്കണ്ടേ? എനിക്ക് മോരും വെള്ളം മതി. വയറിന് അത്ര സുഖല്ല. ഇപ്പൊ കൊണ്ടുവരാട്ടോ. ആയിക്കോട്ടെ. എന്ത് ഒന്നും വിടണമെന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും 1-2 വിട്ടു പോകും. പരാതിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. ഞാൻ ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ, ക്ഷണിച്ചെത്തില്ല. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ രാജ്യമോളുടെ കല്യാണാണ്. ആണോ? ആ. എവിടുന്ന? അവിടെ തൊട്ടടുത്ത് തന്നെയാ, കൊല്ലം കൊടുന്ന്. പ്രേമ അല്ല, രാജൻ. എന്തിയായി? അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല മാവാ. ഉത്തരവാദിത്തം കഴിഞ്ഞില്ലേ? എടാ, ഉത്തരവാദിത്തം പിന്നെ കൂടുവല്ലേ ഉള്ളൂടാ. കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കണ്ടേ ഭഗവാനെ? അത് പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ. കയ്യിലൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, ഒക്കെ നടക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. നടക്കും അമ്മാമേ. നടക്കും. ആ നടപ്പ് തന്നെ ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേറി വരുമ്പോ കണ്ടില്ലേ? വെള്ളം. ശ്രീധരനെ ഒരു 4 പവന്റെ മാല. അല്ല, അവനിപ്പോ തരാൻ കഴിയുമല്ലോ. എന്താ പിന്നെ രമണി 2 വള. കുട്ടിയുടെ ദേഹത്ത് ഒരു 4-5 പവനോളം ഉണ്ടാവുകയും ചെയ്യും. അതെല്ലേ? ഒക്കെ കൂടി ഒരു 10-15 പവനെങ്കിലും കൊടുക്കണ്ടേ? അത് വേണേ. കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ. അയ്യോ, ഇനിയിപ്പോ പൂവെവിടുന്ന് കിട്ടാനാ? ഈ പരിസരത്തുള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞാ പറ്റുമോ? സാരമില്ല, മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്. ചാങ്കായി ഹോങ്കോങ്. നാണിയമ്മ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇപ്പൊ ബാലേട്ടനെങ്ങാനും കേറി വന്നാലോ? ഇയാളുടെ തൊട്ട് കഴിയണില്ലല്ലോ. അതെ,
ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ ചാങ്കായി ഹോങ്കോങ് സ്വാഹ ചാങ്കായി ഹോങ്കോങ് മണിമ പിടിച്ച കളിച്ചില്ല മോനെ. ഇങ്ങോട്ടോട്ടാ. പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേരസഞ്ചിയായ ഈ സമ്പദ്വർദ്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. 6 മാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക. സൂറ നിക്കണില്ലേ? നമ്മളീ പൂജയിലില്ലാത്തതാ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. കുറച്ചു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു. എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയോട് നീചകുടിയൻ എനിക്ക് പിടിതരാതെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഞാൻ നിന്റെ തലക്കൊന്നു തരും മന്ദേ. എന്താടി ഇത്? സിനിമാറ്റിക് ഡാൻസോ? ഇയാളാരാ? ഞാനാരാണെന്നോ? പൂജയ്ക്ക് വിഘ്നം വരുത്താതെ മാറി നിൽക്ക്. അയ്യോ ബാലേട്ടാ, ഇത് കുബേർ സഞ്ചി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ. ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചു അങ്ങ് നടത്താം. എടോ സഞ്ജി സ്വാമി, വന്നേ. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്. ഓഹോ, എന്നാ ഷാങ്കായി സഞ്ജിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു? വെറും തുച്ഛമായ 2001 rupees ഓൺലി. സഞ്ജിയുടെ വില മാത്രം. പൈസ എടുക്കേ. അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ജി ഒരു ആശ്വാസമാണ്. കാണിക്കണേ. ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്താണ് ആവുണ്ടാവുമോണെ? പേടിക്കാനൊന്നുമില്ല. സഞ്ജി സ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു കൊടുക്കാനാവും. ഇത് ഭദ്രമായി വെച്ചോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കവളപ്പാറയില എന്റെ വീട്. ആശാരി തങ്കപ്പെന്ന് ചോദിച്ചാരും കാണിച്ചു തരും. നിന്റെ ഈ സഞ്ചിണ്ടല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവാണ്. ബാലിനോട് പറഞ്ഞാ മതി. ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാന്ന് ബാലിനോട് പറയണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല. പോയിട്ട് വരാം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത നേരത്തെ ഒരേ കോമാളികള്. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ അതിന്റെ മുട്ടുകാലി ഞാൻ തന്നെ ഓടിക്കും. ഈ വിഗിന്റെ പാടേക്ക് കൊട്ട കാച്ചി. നിനക്ക് വിഗ് മോളെ നീച്ച കുടിക്കാൻ പുറത്തല്ലോ. വീട് പണി തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ ഓരോരോ തടസ്സങ്ങള്. ഇതൊന്ന് നല്ല രീതിയിൽ കയറി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞേ ഉള്ളൂ. നീ ചിലക്കാൻ നിൽക്കാതെ അകത്തുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ. ദോഷം മാറ്റാൻ നടക്കണോളൂ. പൂജയും മാങ്ങാത്തൊലി. ഈശ്വരാ, എന്റെ കുബേരസഞ്ചി. ഞാൻ നിക്കണോ? നിക്കടോ. എനിക്ക് പിന്നെ അങ്ങോട്ട് പോരണ്ടേ? നല്ല കാര്യായി മോളെ. ചാമിയേട്ടാ ഇരിക്കൂ. ഇരിക്കില്ല മോളെ, ഇതാണ്ട് പിടിച്ചേ. ഈ വണ്ടി തന്നെ തിരിച്ചു പോണം ചേട്ടാ. അതെയോ? ബാലകുട്ടിയോ? അകത്തുണ്ട്, വിളിക്കാം. ബാലേട്ടാ, ബാലേട്ടാ. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എന്താ ചാമിയേട്ടാ, എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. പിന്നെ അമ്മ കുറച്ച് കാശെന്ന് വെച്ചാ 1 ലക്ഷം ഉറുപ്പിയുണ്ട്. കാശോ? അതെ, ഇത് വെച്ചോ. അതെ, ഇനി ഞാൻ നിൽക്കില്ല. എനിക്ക് ഇതിൽ തന്നെ തിരിച്ചു പോകണം. അല്ല, ചായ കുടിച്ചിട്ട് പോവാം. ചായ ഒന്നും ഇപ്പൊ വേണ്ടെന്നേ. ഞാൻ ഓട്ടം തന്നെ തിരിച്ചു പോവാച്ചിട്ട്. ഒരു കട്ടൻ കുടിച്ചിട്ട് പോവാന്നേ. കട്ടൻ വേണ്ടെന്ന് വേണമെങ്കിൽ ഇജ കുടിച്ചോ. ശരി, അപ്പൊ അങ്ങനെ ശരി. ഇപ്പൊ എന്തായി ബാലേട്ടാ? തടസ്സങ്ങൾ ഓരോന്നായിട്ട് നീങ്ങി വരണത് കണ്ടില്ലേ? പ്രതീക്ഷിക്കാത്ത പൈസയല്ലേ ഇപ്പൊ കയ്യിലിരിക്കടേ. പാവം സ്വാമി, 2000 രൂപ കൊടുത്താന്താ? ആര് കൊടുത്തടി 2000 രൂപ? അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച കാശ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു. ഈശ്വര എന്റെ കൂടെ ഉള്ളത് കൊണ്ടാടി ഈ പൈസ അവിടെ വന്നതും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ 2000 രൂപ പോവാതിരുന്നതും. അറിയാ നിനക്ക്? അവളുടെ ഒരു ചാമി കഴുത. അയ്യോ ബാലേട്ടാ. ബാലേട്ടാ, എന്തായത്? പണി തുടങ്ങണ്ടേ?
പണിയൊക്കെ അവിടെ നിൽക്കട്ടെ പ്രഹ്ലാദ. വീട്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നയച്ചിട്ടുണ്ടേ. ആദ്യം ആ കടം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കൊടുത്തു തീർത്ത ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. എത്രയുണ്ട്? 1,00,000 ഉറുപ്പ്യ ഉണ്ട്. കുറേശ്ശൊക്കെ അങ്ങോട്ട് കൊടുത്താ പിന്നെ പറഞ്ഞു നിൽക്കാലോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കടം പിന്നെ വീട്ടിൽ കൂടെ. നിങ്ങൾ ആദ്യം കെട്ടിപ്പൊക്കെ വാർക്കാൻ നോക്ക്. ആ പൈസ ഇങ്ങോട്ട്. അല്ല പ്രഹ്ലാദ, അത് പിന്നെ അല്ല, അത് ശരിയാവില്ലടോ. നിങ്ങൾ പറയുന്നേക്ക് ആ പൈസ ഇങ്ങ് എടുക്ക്. അപ്പൊ നാളെ വാർപ്പ് ഒരു 10-20 പേർക്കുള്ള ഭക്ഷണം വീട്ടിൽ റെഡിയാക്കിയോ. ഓക്കെ, അപ്പൊ ശരി, സൈറ്റിൽ കാണാം. ഒന്ന് ഉഷാറാവൂ ബാലേട്ടാ. ഓക്കെ, ശരി. അല്ല, എന്തപ്പത്? എന്ത്? എന്തിന് ഇത്ര അധികം പച്ചക്കറികള്? ഞാൻ 2 ദിവസത്തിനുള്ളത് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ ഇവിടെ വല്ല സദ്യ ഉണ്ടോ ബാലേട്ടാ? ഇവിടെ സദ്യ ഉണ്ടടേ. അതേ, നാളെ നമ്മുടെ വീടിന്റെ വാർപ്പാ. വാർപ്പോ? അല്ല, ഇത് അരിഞ്ഞു കുത്തിരുന്നാ മതിയോ? പോണ്ടേ? കഴിഞ്ഞി. ഏതായാലും വാർപ്പ് തീർക്കാൻ തീരുമാനിച്ചത് നന്നായി. മോളിൽ മൂടിക്കഴിഞ്ഞാൽ മഴയും വെയിലും കൊള്ളാതെ കിടക്കാലോ. ഇപ്പൊ ഞാനും അത്ര ആലോചിക്കലുള്ള ചെയ്താലേക്ക് ആദ്യം വാർപ്പൊന്നാട് കഴിഞ്ഞിട്ടെ. കേട്ടോ സുമിത്രേ, കടം മേടിക്കാനൊക്കെ എളുപ്പാ, തിരിച്ചടയ്ക്കാനൊന്നും ഞമ്മളെ കൊണ്ട് കഴിയൂല. ദേ ഇപ്പൊ സീതാലിക്ക കിടന്ന് നട്ടം തിരിയാണ്. ഇതന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് സഹായിച്ചോണ്ട്. എന്തായാലും നിങ്ങളുടെ എഞ്ചിനീയർ ആളൊരു മെടുക്കണ സുമിത്രയെടുത്തേ. എത്ര നല്ല വർക്കുകളാന്നറിയോ മൂപ്പര് ചെയ്തിക്കണ്. ഞാനും മൂപ്പരും കൂടി ചില പ്ലാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നടന്നാ മതിയായിരുന്നു. ഈ എഞ്ചിനീയറൊക്കെ എന്തിലേക്കുള്ളതാ? എഞ്ചിനീയറാ? അല്ല, ഈ ഇഞ്ചി നുറുക്കിയതൊക്കെ. ഇഞ്ചി നുറുക്കിയത് പുളിഞ്ചിയിലേക്കുള്ളതാ. ഇതുവരെ ഇട്ടില്ലേ അല്ലേ? അല്ലോ, ഞാനത് മറന്നു. ഇവക്ക് ഇതെന്താ പറ്റിയത്? എനിക്കറിയില്ല. കൈ പൊളിക്കണ്ടാനി. സുക്കൂറെ, എന്റെ ഇന്നത്തെ ചിന്ത കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പോയി 2 വച്ച് വെച്ചോ. കൊറേ ചിന്തിച്ചതല്ലേ, ക്ഷീണുണ്ടാവും. ചെല്ല്, നാളെ രാവിലെ എണീറ്റ് ചിന്തിക്കാനുള്ളതല്ലേ. അല്ല, നിങ്ങൾക്ക് ഔത്തുത്തിരിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എന്ത്? അല്ല, എന്തെങ്കിലും കുലുക്കറ്റോ? എന്ത് കുലുക്കം? അല്ല, എനിക്ക് ഈ ഭൂമി എന്തോ കുലുങ്ങിയ മാതിരി തോന്നി. ഈ ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ചു കൂട്ടിയിട്ടാണ്. അല്ല, ഒരു കരുതലൊക്കെ നല്ല പാല. ഇതൊന്ന് കുലുങ്ങിയാ മതി. കടലും തോണിയൊക്കെ നമ്മള് മുറ്റത്തെത്തു കേട്ടോ. സേതാൽക്ക ഒന്ന് ചിന്തിച്ചാളി. ഈ പോയി ലേശം കിടന്നു, എനിക്ക് റെസ്റ്റ് ആവശ്യ. ബാലം വാ. എന്താണ്? അതെ, എന്തെങ്കിലും കാണിക്കണം. ഇതൊന്നും വേണ്ട, പൈസ വിടണ്ട്. ഇരിക്കട്ടോ, എല്ലാ തെടുക്കും കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടൂല. കൂട്ടത്തു കൂടെ കൂട്ടാന്ന് വെച്ചോ. ശരി. പിന്നെ ഞാൻ നിന്ന് ഉറക്കം വെച്ചാൽ ശരിയാവില്ല. ആമിന, പോരെ, പോവാ. ആമിനാത്താ ബാലേട്ടാ, എത്ര പേരുണ്ടാവും? എത്ര പേരൊക്കെ ഉണ്ടാവുക? സാധനങ്ങളൊക്കെ തികഞ്ഞാ മതിയായിരുന്നു. എവിടെയാ ക്ലാസ് എടുക്ക്? കേറ് കേറ്. ആ കയ്യിലൊക്കെ എടുത്ത് വെച്ചില്ലേ? അതൊക്കെ ആ പാത്രത്തിലുണ്ട്. അപ്പാ ഇങ്ങോട്ട് തന്നോളൂ. ഇതെന്തത്? അല്ലേട്ടാ, എന്താത്? പണിക്കാരെയൊന്നും കാണാനില്ലല്ലോ. ഒന്ന് വാർപ്പുണ്ടെന്ന് പറഞ്ഞാണല്ലോ. കിട്ടണില്ലല്ലോ. ഒന്നുകൂടി വിളിച്ചോക്കൂ. നീ ഒരു കാര്യം ചെയ്, നീ പൊക്കോ, ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ബാലേട്ട, നീ എന്താ ആളെ കുരങ്ങ് കളിപ്പിക്കുക? അയ്യോ ബാലേട്ട, ദൈവത്തോർത്ത് വെച്ച് വെക്കരുത്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് അകത്തുരിക്കണ്ട, പുറത്തുരിക്കണ്ട. ഒന്നുകിൽ എനിക്ക് എന്റെ വീടിന്ന് വാർത്ത കിട്ടണം, ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരണം. പൈസ ഇതാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേൾക്കണ്ടോ? തന്റെ വാക്കും വിശ്വസിച്ച് 10 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ബാലേട്ട, നടന്ന് എന്താണെന്ന് പറയാൻ എനിക്കൊരു അവസരം. നിനക്ക് കഴിയില്ലെങ്കിൽ അത് പറഞ്ഞൂടെ? പറ്റിക്കാൻ നിൽക്കുക നീ എന്നെ വിടന്ന്. ചേട്ടാ, പറ്റിക്കാനാണെങ്കിൽ ഇത്രയും പണി കാശ് മേടിക്കാതെ ഞാൻ ചെയ്തു തരുമോ? 1.5 ലക്ഷം രൂപയിലധികം ചേട്ടാ എനിക്ക് ഇങ്ങോട്ട് തരാറുണ്ട്. എന്നിട്ട് ഞാൻ റിസ്ക് ഏറ്റെടുത്തത് എങ്ങനെയെങ്കിലും വാർപ്പ് പണി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
കണ്ട ബംഗാളികളെയും തമിഴന്മാരും വെച്ചിട്ടാണ് ഞാൻ പണിയെടുക്കണത്. കുറച്ച് കാശ് അവർക്ക് പെൻഡിങ് ഉണ്ട്. കിട്ടാനുള്ളത് കിട്ടാതെ അവർ പണിക്കിറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടാണ് ഞാൻ എന്റെ വീട് പണി തുടങ്ങിയത്. ബാങ്കുകാരാണെങ്കിൽ വാർപ്പ് കഴിയാതെ 5 പൈസ എടുത്ത് തരൂല്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടെ പറഞ്ഞു എനിക്ക്. ചേട്ടാ ഇങ്ങോട്ട് വാ. വേണ്ട, നീ ഇവിടുന്ന് പറഞ്ഞാൽ മതി. ചേട്ടാ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അകത്തിരിപ്പുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പേര് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നല്ല മൂഡിലാണ്. ചേട്ടൻ വാ. വാ ചേട്ടാ ഇങ്ങോട്ട്. ഒക്കെ ശരിയാക്കാം. ഇതുപോലെ പണത്തിന്റെ ക്രൈസിസ് വരുമ്പോ എനിക്ക് ഉപകരിക്കുന്ന നല്ല മനുഷ്യനായി ഈ പൊറിഞ്ചേട്ടൻ. കാശ് കിട്ടണ വരെ പൊറിഞ്ചോട്ടൻ, കൊടുത്ത കാശ് തിരിച്ചു വെക്കാൻ ചെന്നാലോ പലിശ പൊറിഞ്ചു.